ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ആക്ട് 1991 പറ്റി പഠിക്കാം. അപ്പോൾ ഇത് മൊത്തം 4 ലോസ് ഉണ്ട്: അഗ്രികൾച്ചർ, റവന്യൂ റിക്കവറി, മണി ലോണ്ടറിങ്, ലക്ഷറി ടാക്സ്. ഇതിൽ നിന്ന് 5 മാർക്കാണ് PSC നിലവിൽ തന്നിരിക്കുന്നത്. പക്ഷേ അവരെ ചിലപ്പോൾ കൂടുതൽ ചോദിക്കാം, ചിലപ്പോൾ കുറവ് ചോദിക്കാം. പക്ഷേ ഈ 4 ഇതും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് 5 മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് നേടാം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഫസ്റ്റ് അഗ്രികൾച്ചർ ഇൻകം ടാക്സിനെ പറ്റി പഠിക്കാം. ദ കേരള അഗ്രികൾച്ചർ ഇൻകം ടാക്സ് സിക്സ് ടു ലെവി ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഇൻകം ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ കേരളത്തിനകത്ത് അഗ്രികൾച്ചർ ഇൻകം ടാക്സബിൾ ആകാൻ വേണ്ടി കൊണ്ടുവരുന്ന ലോ ആണ്. ദ ആക്ട് റീപ്ലേസ് ദ ഏർലിയർ അഗ്രികൾച്ചർ ടാക്സ് ആക്ട് 1950. അപ്പോൾ പണ്ടുണ്ടായിരുന്ന 1950 എന്നുള്ള ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയതായിട്ട് 1991 കൊണ്ടുവന്നത്. ദിസ് ആക്ട് എയിം ടു ടാക്സ് അഗ്രികൾച്ചർ ഇൻകം മോസ്റ്റ്ലി ഫ്രം cardamom, cashew, nutmeg, pepper, coconut, nutmeg, arcanut, nutmeg arcanut, tea, coffee from people holding agricultural land in excess of 5 hectare. അപ്പോൾ 5 ഹെക്ടറിൽ കൂടുതൽ ലാൻഡ് ഉള്ളവർക്കാണ് ഈ അഗ്രികൾച്ചർ ടാക്സ് ആപ്ലിക്കബിൾ ഉള്ളത്. 5 ഹെക്ടറിൽ താഴെയുള്ള ആൾക്കാർക്ക് എക്സംപ്റ്റഡ് ആണ്. പിന്നെ മെയിനിൽ നോക്കണം സെക്ഷൻ 3 പ്രകാരം ഇപ്പോൾ provided that no tax shall be charged on any person other than a company with effect from 1st April 2013. അപ്പോൾ 2013 മുതൽ ഏപ്രിൽ 1 മുതൽ ഇത് കമ്പനീസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. നേരത്തെ ഉണ്ടായ പേഴ്സൺസ് എന്നെല്ലാം എടുത്തു മാറ്റി. provided that no tax shall be charged on any person other than company. അപ്പോൾ നിലവിൽ കമ്പനിക്ക് മാത്രമേ ഈ ഇൻകം ടാക്സ് ആക്ട് അഗ്രികൾച്ചർ ആക്ട് ആപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ എക്സാമിന് അവരൊരു സിലബസിൽ തന്നതുകൊണ്ട് നമ്മളത് പഠിക്കണം. കാരണം ഇത് നിലവിൽ ഇത് കമ്പനീസിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിത് മൊത്തം പഠിക്കേണ്ടി വരും. ദ പാഡി ക്രോപ്സ് ആൻഡ് പീപ്പിൾ വിത്ത് സ്മോൾ ഹോൾഡിംഗ് ലെസ് ദാൻ 5 ഹെക്ടർ ആർ എക്സംപ്റ്റഡ് ഫ്രം അഗ്രികൾച്ചർ ഇൻകം ടാക്സ്. ഇത് നമ്മൾ നേരത്തെ കണ്ടു. 5 ഹെക്ടർ വരെ അഗ്രികൾച്ചർ ടാക്സ് ഇല്ല. അടുത്തത് അഗ്രികൾച്ചർ ഇൻകം ഈസ് എന്താണെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഡിഫൈൻഡ് as any rent or revenue derived from land used for agriculture purpose, any income derived from such land by agriculture or the permanence by a cultivator or receiver or rent in kind of any process ordinarily employed to render the procedure produced, raised or received by him fit to take into market, or sale by a cultivator or receiver for rent in kind of the produce raised or received by him. Any income derived from any building owned and occupied by the receiver of the rent or revenue of such land provided the building is on in immediate vicinity of the land and used for dwelling house, storehouse and other building by the cultivator. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അഗ്രികൾച്ചറിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. ഫസ്റ്റ് എനി റെൻ്റ് അല്ലെങ്കിൽ റവന്യൂ ഫ്രം അഗ്രികൾച്ചർ പർപ്പസ്. അപ്പോൾ ലാൻഡിൽ നിന്ന് ഒന്നല്ലെങ്കിൽ അത് റെൻറ്റ്, ഇപ്പോൾ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ അഗ്രികൾച്ചറിന് റെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എൻ്റെ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ദ ലാൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. അപ്പോൾ ആ ലാൻഡ് അഗ്രികൾച്ചറിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് റെൻറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് സെയിൽ ബൈ എ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെൻറ്റ് സെയിം തന്നെ, അല്ലെങ്കിൽ അത് വെയർ ഹൗസായിട്ടോ സ്റ്റോർ ഹൗസായിട്ടോ കൊടുക്കാം. അപ്പോൾ എല്ലാം അഗ്രികൾച്ചർ ഇൻകമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അടുത്തത് അഗ്രികൾച്ചർ ഇൻകം ടാക്സബിൾ ആണെന്നാണ്. സെക്ഷൻ 4 ഓഫ് ദി ആക്ട് മേക്സ് എനി ഇൻഡിവിജ്വൽ ഓർ ഫേം ഹു ഹോൾഡ് മോർ ദാൻ 5 ഹെക്ടർ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ലയബിൾ ടു പേ ടാക്സ് ഓൺ ഇസ് ടോട്ടൽ അഗ്രികൾച്ചർ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ അറ്റ് ദ റേറ്റ് സ്പെസിഫൈഡ് അണ്ടർ ഷെഡ്യൂൾ ആക്ട്. അപ്പോൾ സെക്ഷൻ 4 പ്രകാരമാണ് ടാക്സിബിലിറ്റി വരുന്നത്. ഇപ്പോൾ ഇൻഡിവിജ്വലിനും ഫേമിനും ഇല്ല. ഇപ്പോൾ നിലവിൽ കമ്പനിക്ക് മാത്രമേ അഗ്രികൾച്ചർ ഇൻകം ടാക്സിൻ്റെ ആപ്ലിക്കബിലിറ്റി ഉള്ളൂ. ദ ടാക്സ് പേയ്ഡ് അറ്റ് ദ റേറ്റ് മെൻഷൻ ഇൻ ദ ഷെഡ്യൂൾ ഓഫ് ദി ആക്ട് ഫോർ ടോട്ടൽ അഗ്രികൾച്ചർ ഇൻകം. അപ്പോൾ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അഗ്രികൾച്ചർ ഇൻകമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. ദ ടോട്ടൽ അഗ്രികൾച്ചർ ഇൻകം കംപ്രൈസ് ഓഫ് ഇൻകം ഫ്രം ഓൾ അഗ്രികൾച്ചർ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ ലാൻഡ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ സ്റ്റേറ്റ് റിസീവ്ഡ് ബൈ ദ ടാക്സ് പെയർ വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ്. ടാക്സ് the income from agriculture income. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ എ സ്റ്റേറ്റ്. അപ്പോൾ നിലവിൽ അഗ്രികൾച്ചർ ലാൻഡ് കേരളത്തിലായിരിക്കണം, വിത്തിൻ ദ സ്റ്റേറ്റ് ആയിരിക്കണം, ആൻഡ് റിസീവ്ഡ് ബൈ ദ ടാക്സ് പെയർ വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ എനിക്ക് കേരളത്തിൽ ലാൻഡ് ഉണ്ട്.
അപ്പോൾ ആ ലാൻഡ് കേരളത്തിലാണ്, പക്ഷേ എനിക്ക് എമൗണ്ട് കിട്ടുന്നത് തമിഴ്നാട്ടിൽ, ഔട്ട്സൈഡ് ദ സ്റ്റേറ്റാണ്. അപ്പോൾ അത് കേരളത്തിൽ ടാക്സ് അടക്കണം. കാരണം എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ ലാൻഡ് സിറ്റുവേറ്റഡ് വിത്തിൻ എ സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ അകത്തുള്ള നമുക്ക് കേരളത്തിൻ്റെ അകത്തുള്ള ഒരു ലാൻഡിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചർ ഇൻകം അത് റിസീവ് ചെയ്യുന്നത് വിത്തിൻ ദ സ്റ്റേറ്റ് ആവാം അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആവാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എനി എമൗണ്ട് റിസീവ് ഫ്രം ഇന്ത്യൻ കോഫി ബോർഡ് ഇൻ റെസ്പെക്ട് ഓഫ് കോഫി ഡെലിവറി എനി ഇയർ ഓഫ് സെയിൽ. അപ്പോൾ ഇന്ത്യൻ കോഫി ബോർഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സബിൾ ആണ്, അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് കൂട്ടും. പിന്നെ ക്യാഷ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡിഡക്ഷൻ മെയ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഫോർ എനി ഇയർ ഓഫ് ലോസ് എക്സ്പെൻഡിച്ചർ ഓർ ലയബിലിറ്റി. അപ്പോൾ മുമ്പുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ലോസ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറായിട്ടോ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ പൈസ തിരിച്ച് കിട്ടി. പ്രീവിയസ് ഇയറിൽ കാണിച്ചിട്ടുള്ളത് ഇത്തവണ നമുക്ക് ആ പൈസ കിട്ടി. അപ്പോൾ അത് നമ്മുടെ ഇൻകമായിട്ട് വരും, ഈ വർഷത്തെ ഇൻകമായിട്ട് എടുക്കും. എന്നുവെച്ചാൽ നേരത്തെ ഡിഡക്ഷനായിട്ട് നമ്മൾ കുറച്ചായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ഡിഡക്ഷനായിട്ട് കുറച്ച്, പക്ഷേ ഇത്തവണ അതിൻ്റെ പൈസ കിട്ടി. അടുത്തത് എനി എമൗണ്ട് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കഴിഞ്ഞോണ്ട് എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്തവണ ഈ വർഷം എനിക്ക് ആ എമൗണ്ട് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര ആക്ടിവിറ്റീസാണ് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ അകത്ത് പെടുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഗ്രികൾച്ചർ ഇൻകം, പിന്നെ ഇന്ത്യൻ കോഫി ബോർഡ്, പിന്നെ എന്തെങ്കിലും റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ബാഡ് ഡെപ്റ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഹവർ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. എനി അഗ്രികൾച്ചർ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള ലാൻഡിൽ നിന്ന് കിട്ടുന്നതിന് ടാക്സ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ സ്ഥലമുണ്ട്, അവിടെ നിന്ന് എനിക്ക് അഗ്രികൾച്ചർ ചെയ്ത് പൈസ കിട്ടി, പക്ഷേ അത് ഞാൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനി അഗ്രികൾച്ചർ ഇൻകം ഡിറൈവ്ഡ് ബൈ കൾട്ടിവേഷൻ ഓഫ് പാഡി. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. പാഡി, ടപ്പിയോക്ക, പ്ലാന്റേൺ, ജിഞ്ചർ, രാഗി, പൾസസ്, സീസം, വെജിറ്റബിൾ, സ്വീറ്റ് പൊട്ടറ്റോ, ട്യൂബേഴ്സ്, ഷുഗർ കെയിൻ, ജാക്ക്, മാംഗോ, പൈനാപ്പിൾ, ഓർക്കിഡ് ഓർ അതർ ഫ്ലവേഴ്സ്, വാനില, ടൂമറിക് ആൻഡ് ഗോവ. അപ്പോൾ ഇത്തരം കൃഷി ചെയ്യുന്നതിന് അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് ഒന്നും കൂടി ഓർത്തിരിക്കണം. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഇൻകം ഫ്രം പാഡി ടാക്സബിൾ ആണെങ്കിലും ക്വസ്റ്റ്യൻ വരാം, അപ്പോൾ അത് എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഷെയർ ഇൻകം റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഫ്രം എനി ഫേം ഓർ ഇൻ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ബൈ ദ ഫേം. അപ്പോൾ നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേമാണ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേമാകുമ്പോൾ നമ്മൾ ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിലാണ് ടാക്സ് അടക്കുന്നത്, അഗ്രികൾച്ചർ ഇൻകം അതിൻ്റെ പേരിലാണ് ടാക്സ് അടക്കുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് പിന്നീട് ആ ഇൻഡിവിജ്വൽ ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അഗ്രികൾച്ചർ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും നോട്ട് ഇൻക്ലൂഡും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഹൗ അഗ്രികൾച്ചർ ഇൻകം കമ്പ്യൂട്ടഡ്? അത് അഗ്രികൾച്ചർ ഇൻകം ഓഫ് എ പേഴ്സൺ ഷാൽ ബി കമ്പ്യൂട്ടഡ് ആഫ്റ്റർ മേക്കിംഗ് ദ ഫോളോയിങ് ഡിഡക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് താഴെ പറഞ്ഞ ഡിഡക്ഷൻസ് കുറക്കാം. എനി എക്സ്പെൻസ് ഇൻക്വേർഡ് ഫോർ കൾട്ടിവേറ്റിംഗ് ദ ക്രോപ്പ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ദ ക്രോപ്പ് ടു ദ മാർക്കറ്റ്. അപ്പോൾ നോർമൽ എക്സ്പെൻസ്, പിന്നെ എക്സ്പെൻസ് ഇൻക്വേർഡ് ഓൺ ദ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അഗ്രികൾച്ചർ ഇമ്പീഡിയൻസ്. അപ്പോൾ എനി എക്സ്പെൻസോ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിൽ വരുന്ന എക്സ്പെൻസ്. പിന്നെ നെറ്റ് എമൗണ്ട് സ്പെൻഡ് ഓൺ കാറ്റിൽ, എമൗണ്ട് സ്പെൻഡ് ഓൺ ഇറിഗേഷൻ ഓഫ് പ്രൊട്ടക്റ്റീവ് വർക്ക്, സം പെയ്ഡ് ടു ആൻ എംപ്ലോയി ആസ് ബോണസ് ഓർ കമ്മീഷൻ or various services rendered and other expenses such as replantation allowances. പിന്നെ സം പെയ്ഡ് ഫോർ ലാൻഡ് റവന്യൂ, സെസ്, മുനിസിപ്പൽ ടാക്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കാം. ലാൻഡ് റവന്യൂ, സെസ്, മുനിസിപ്പൽ ടാക്സ് ഓർക്കാം. പക്ഷേ നമ്മളൊരു അഗ്രികൾച്ചർ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ കിട്ടില്ല. പിന്നെ എനി ടാക്സ്, സെസ്, റേറ്റ് പെയ്ഡ് ഓൺ ദ കൾട്ടിവേഷൻ ഓഫ് സെയിൽ ഓഫ് ക്രോപ്പ് ഫ്രം വിച്ച് അഗ്രികൾച്ചർ ഇൻകം ഈസ് ഡിറൈവ്ഡ്. പിന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ എനി ഡെപ്റ്റ് ഫോർ അക്വയറിംഗ് ദ ലാൻഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ അഗ്രികൾച്ചർ ലോൺസ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ എമൗണ്ട് ബോറോഡ് ഓർ റീക്ലെയിമിംഗ് ദ ഇംപ്രൂവിംഗ് ദ കൾട്ടിവേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി, ബാഡ് ഡെപ്റ്റ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ, ഇൻഷുറൻസ് അഗൈൻസ്റ്റ് ലോസ് ഓർ ഡാമേജ് ഓഫ് ക്രോപ്സ്, പിന്നെ വർക്കേഴ്സ് ഇൻഷുറൻസ്, എനി സം പെയ്ഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ടു ആൻ എംപ്ലോയീസ് ഗ്രാറ്റുവിറ്റി, പിന്നെ സച്ച് അതർ ഡിഡക്ഷൻ ഇൻക്ലൂഡിംഗ് റീപ്ലാന്റേഷൻ അലവൻസ്. അപ്പോൾ ഇത്ര എക്സ്പെൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അൺറീസണബിൾ ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആ എക്സ്പെൻസും കിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.